ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് എങ്ങനെയാണ് ഒരു സിമ്പിളായിട്ട് ക്രോപ്പ് ടോപ്പ് ചെയ്യണമെന്ന് നോക്കാം. ബിഗിനേഴ്സിന് വേണ്ടി മാത്രമുള്ളതാണ് കേട്ടോ ഇത്. ആദ്യം തന്നെ നമ്മൾ ആ കാണിച്ച മെഷർമെൻറ്റ്സിലാണ് ഇത് ചെയ്യുന്നത്. ആദ്യം നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു പാറ്റേൺ പേപ്പർ എടുത്തേക്കുന്നത് രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഫോൾഡിങ് സൈഡാണ്, ഞാനിപ്പോൾ ഫോൾഡിങ് സൈഡാണ് വെച്ചിരിക്കുന്നത്. എന്നെ നോക്കി നിൽക്കുന്ന ഫോൾഡിങ് സൈഡാണ്. ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഇനി അവിടെ നിന്ന് താഴേക്ക് നമ്മുടെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. എത്രയാണോ നിങ്ങളുടെ ലെങ്ത്ത് അതിന് കൂടെ ഒരു ഇഞ്ച് കൂടുതലാക്കിയിട്ടാണ് ഞാൻ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ 17 അപ്പോൾ 18 ഞാൻ മാർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ മാർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ എത്രയാണ് നമ്മുടെ ഷോൾഡർ അതിൻ്റെ പകുതി എടുത്തിട്ടാണ് കേട്ടോ ഞാൻ നമ്മുടെ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഷോൾഡർ 14 അതിൻ്റെ പാതിയായിട്ട് 7 ഇഞ്ചിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഷോൾഡർ മാർക്ക് ചെയ്തു. അവിടുന്ന് നേരെ താഴെയായിട്ട് 7.5 ഞാൻ ആം ഹോൾ മാർക്ക് ചെയ്യുകയാണ്. 7.5 എന്ന് കൊടുത്താൽ 1/2 ഇഞ്ച് നമുക്കവിടെ ഷോൾഡർ സ്ലോപ്പിന് പോകും. അപ്പോൾ കറക്റ്റ് 7 തന്നെ നമുക്ക് ആം ഹോൾ വരും. ഇനി നമ്മുടെ ചെസ്റ്റ് ലൈൻ മാർക്ക് ചെയ്യണം. ചെസ്റ്റ് ലൈൻ മാർക്ക് ചെയ്യാനായിട്ട് എത്രയാണോ നിങ്ങളുടെ ചെസ്റ്റ് ലൈൻ, എത്രയാണ് നിങ്ങൾക്ക് ചെസ്റ്റ് വരുന്നത് അതിൻ്റെ 4 ഭാഗം കാണുക. അതിന് കൂടെ ഒരു 1/2 ഇഞ്ച് കൂട്ടുക. അത് ലൂസിന് വേണ്ടിയിട്ടാണ് 1/2 ഇഞ്ച് കൂട്ടുന്നത്. 2 ഇഞ്ച് സീം അലവൻസ് ആയിട്ട് കൂട്ടുക. എന്നിട്ട് നമുക്ക് അത് മാർക്ക് ചെയ്യാം. അത് മാർക്ക് ചെയ്യേണ്ടത് നമ്മുടെ കറക്റ്റ് ആം ഹോൾ എവിടെയാണ് വന്ന് നിൽക്കുന്നത്, നമ്മൾ ലൈൻ വരച്ചില്ലേ അതിനവിടെയിട്ട് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ലൈനായിട്ട് വരച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ആം റൗണ്ട് വരക്കാനുള്ള ഒരിത് ആം റൗണ്ട് വരക്കാനായിട്ട് റെഡി ആയി കിട്ടും. കണ്ടോ, ആ ഒരു പോയിന്റിലാണ് നമ്മളവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 9.5 പിന്നെ ഒരു 2 ഇഞ്ച് ആയിട്ട് അങ്ങനെയാണ് കേട്ടോ ചെസ്റ്റ് ലൈൻ്റെ അവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. ഇതിപ്പോൾ ഞാൻ 1 ഇഞ്ച് കൈക്കുഴിക്കായിട്ട് 1 ഇഞ്ചിലാണ് ഞാനവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഷോൾഡറിൽ നിന്ന് ആം റൗണ്ടിലേക്ക് വരച്ച പോയിൻ്റ്, ആം ഹോളിലേക്ക് വരച്ച പോയിൻ്റ് അതിൻ്റെ പാതി മാർക്ക് ചെയ്യുക. പാതി മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ 2 പോയിൻറ്റുകൾ തമ്മിൽ മീറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കൈക്കുഴി വരച്ചു കൊടുക്കാം. ഓക്കെ, നമ്മൾ കൈക്കുഴി അപ്പോൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തം ആം ഹോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് എവിടെ വെച്ചാണോ നിങ്ങളുടെ ക്രോപ്പ് ടോപ്പ് അവസാനിക്കുന്നത് അവിടുത്തെ റൗണ്ടാണ് കേട്ടോ നമ്മൾ താഴെ കൊടുക്കേണ്ടത്. ഇപ്പം ഞാൻ അവിടെ ഒരു 34 എടുക്കേണ്ടത്. അതിൻ്റെ 4 ഭാഗം കാണുക. എന്നിട്ട് അതിനോട് 1/2 ഇഞ്ച് കൂട്ടി പ്ലസ് ഒരു 2 ഇഞ്ചും കൂടെ നമ്മൾ സീം അലവൻസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ അവിടെ എനിക്കൊരു 8.5 വന്നിരുന്നത്. ഒരു 9 ഇഞ്ച് മാർക്ക് ചെയ്ത് പിന്നെ ഒരു 2 ഇഞ്ചും കൂടെ കൂടുതൽ കൊടുത്തു. ഓക്കെ, അങ്ങനെ വന്നു. ഇനി നമ്മൾ ബ്രസ്റ്റ് പോയിൻറ്റ്, ഷോൾഡർ ടു ബ്രസ്റ്റ് പോയിൻറ്റ് നമ്മൾ അടയാളപ്പെടുത്തുക. അതിനുശേഷം ബ്രസ്റ്റ് പോയിൻറ്റ് ടു ബ്രസ്റ്റ് പോയിൻറ്റ്, അതായത് BP ടു BP തമ്മിലുള്ള അകലം, നമ്മുടെ ബ്രസ്റ്റ് പോയിൻറ്റുകൾ തമ്മിലുള്ള അകലം അവിടെ മാർക്ക് ചെയ്തിട്ട് ആ കിട്ടുന്നൊരു പോയിൻറ്റ് അത് തന്നെ താഴേക്കും വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ നിന്നും ആ 4 ഇഞ്ച്, എനിക്ക് 4 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ആ 4 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുക. അതിന് അപ്പുറവും ഇപ്പുറവും ആയിട്ട് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ ഷോൾഡർ ടു ബ്രസ്റ്റ് പോയിൻറ്റ് നമ്മൾ അടയാളപ്പെടുത്തിയില്ലേ ആ പോയിൻറ്റിലേക്ക് അത് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് വിചാരിക്കണം. അങ്ങനെ നമ്മളത് മാർക്ക് ചെയ്ത് കൊടുത്തു. അത് നമുക്ക് ടക്സ് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് നമുക്ക് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ഒരു സിംഗിൾ ടക്കിൻ്റെ ടോപ്പാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ നെക്ക് വിഡ്ത്ത്, നിങ്ങൾക്ക് എത്രയാണ് നെക്ക് വിഡ്ത്ത് വേണ്ടത് അത് അടയാളപ്പെടുത്തി കൊടുക്കുക. നെക്കിനുള്ള ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കുക. അതൊരു ബോക്സ് പോലെ ചെയ്തിട്ട് നമുക്കിഷ്ടമുള്ളൊരു നെക്ക് ചെയ്തെടുക്കുക. അപ്പം ഞാനതൊരു ബോക്സ് പോലെ വരച്ചിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ നെക്ക് നമുക്കിഷ്ടമുള്ളൊരു നെക്ക് U വേണോ V വേണോ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് നെക്കിൻ്റെ പാറ്റേൺ വരച്ചു കൊടുക്കാം. അവിടെ ഞാനിപ്പോൾ ഒരു പാതിയിൽ നിന്ന് 1 ഇഞ്ച് കൂടുതലായിട്ട് മാർക്ക് ചെയ്തിട്ട് ഒരു V പോലെ ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണുള്ള നെക്കാണ് കേട്ടോ കൊടുക്കുന്നത്. ബാക്ക് നെക്കും ഞാൻ അതിൽ തന്നെയാണ് വരച്ചിടുന്നത്. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2ആയിട്ട് കട്ട് ചെയ്യാം. 3.5 ഇഞ്ച് ഇറക്കത്തിലും 3.5 ഇഞ്ച് വീതിയിൽ തന്നെയാണ് നമ്മൾ. നെക്ക് വിഡ്ത്തിനും വ്യത്യാസം ഉണ്ടാവില്ല, നെക്കിൻ്റെ ലെങ്ത്തിന് മാത്രമാണ് വ്യത്യാസം ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബാക്ക് നെക്ക് വരച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ബാക്ക് നെക്ക് വരച്ചു കൊടുത്തിട്ടുണ്ട്, ഫ്രണ്ട് നെക്ക് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളുടെ ഷോൾഡർ സ്ലോപ്പും കൂടെ വരച്ചാൽ മതി. ഒരു 1/2 ഇഞ്ചിൽ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുക. അത് ആ ഒരു നെക്ക് വിഡ്ത്തിൻ്റെ പോയിൻറ്റിൽ നിന്ന് ഈ ഷോൾഡർ പോയിൻറ്റിലേക്ക് നമുക്കത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ എല്ലാ പിന്നെ നമ്മൾ സൈഡും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ.
അതും കൂടെ ജോയിൻ ചെയ്ത് കൊടുത്താൽ തീർന്ന്. പിന്നെ ഒരു അരയിഞ്ച് നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. കാരണം ചില ടക്സിൻ്റെ പോയിൻ്റ് ഉണ്ടല്ലോ, നമ്മളവിടെ പിടിക്കുമ്പോൾ ഒരു ഇഞ്ച് മൈനസ് ആവും. നമുക്ക് അതിനൊരു അരയിഞ്ച് കൂടുതലായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാ പോയിൻറ്റും നമുക്കിവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുന്നതിന് മുന്നേറ്റ് ഇപ്പം ഞാൻ വേറൊരു പാറ്റേൺ പേപ്പറും കൂടി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ തന്നെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. അതിന് താഴെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് 2 പാർട്ടായിട്ട് കിട്ടും. അങ്ങനെ കിട്ടുന്നതിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് ഇപ്പോൾ തുണിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടാൻ പറ്റും. അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ക്ലോത്ത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. മനസ്സിലായി? ഇപ്പം ഞാൻ ഫ്രണ്ട് നെക്ക് ഒരു പോർഷൻ എടുക്കുക, പിന്നെ നമുക്കുള്ളത് ബാക്ക് നെക്കായിട്ട് എടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ 2 വശം വെച്ച് നോക്കിയിട്ട് നമുക്ക് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ഗുണം, ഇങ്ങനെ ചെയ്യണതുകൊണ്ട്. പേപ്പർ വേസ്റ്റേജ് ആവുമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കരുത്. ആദ്യം പാറ്റേൺ മേക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ക്ലോത്തിലേക്ക് കട്ട് ചെയ്യുക. അതെന്ന് വെച്ചാൽ ആദ്യം ബിഗിനേഴ്സ് ആണെങ്കിൽ മാത്രം, ഇപ്പോൾ അറിയാവുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെന്നാണെങ്കിലും നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട് മാത്രം ചെയ്യുക. അപ്പോൾ നമുക്ക് പേപ്പറല്ലേ വേസ്റ്റ് ആവുള്ളൂ, ക്ലോത്ത് വേസ്റ്റ് ആവില്ലല്ലോ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ, എല്ലാവരും പാറ്റേൺ മേക്ക് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും നല്ലത് ഇങ്ങനെ ചെയ്യൽ തന്നെയാണ് കേട്ടോ. പിന്നെ ഫ്രണ്ടിൻ്റെ കൈ ചെയ്യുമ്പോഴത്തേനും ഒന്നും കൂടെ കുഴിച്ച് വെട്ടാനുണ്ട്. അപ്പോൾ നമുക്കതൊന്നും കൂടെ കുഴിച്ച് വെട്ടുമ്പോൾ അത് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ബാക്ക് നെക്കാണ് വെട്ടുന്നത്. ഫുള്ളെല്ലാം അതുപോലെ തന്നെ കട്ട് ചെയ്യുക. നെക്കിൻ്റെ അവിടെ മാത്രം വെച്ചിട്ട് ബാക്കിയെല്ലാം അതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ബാക്ക് നെക്കും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. താഴെ എക്സ്ട്രാ ഞാൻ ബാക്ക് സൈഡിന് വേണ്ടി വെച്ചിരിക്കുന്ന പേപ്പറും കൂടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇതിൻ്റെ കട്ടിങ് കഴിഞ്ഞു. കട്ടിങ് വെച്ച് ഇപ്പോൾ താഴെ വേറെ പേപ്പറുണ്ട്, ബാക്ക് പേപ്പർ, ബാക്ക് പാർട്ടിനുള്ള പേപ്പർ. അത് നമ്മൾ മാറ്റി വെക്കുക. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. ബാക്കൊന്ന് ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കത് അറിയാൻ പറ്റും, എന്നാലും ചുമ്മാ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതി വെക്കുകയാണ്. ഇനി എന്താ ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്ക് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ യൂസ് ചെയ്യുന്ന കത്രിക ഉണ്ടല്ലോ, അത് നമ്മൾ ക്ലോത്ത് കട്ട് ചെയ്യുന്ന കത്രിക വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും പേപ്പർ കട്ട് ചെയ്യാതിരിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു മൂർച്ച പോകാനും ആ ഒരു ഷാർപ്നെസ് പോകാനൊക്കെ ഉള്ള ഒരു ഇതുണ്ട്. അങ്ങനെ ചെയ്യാതിരിക്കുക കേട്ടോ. അപ്പോൾ അതേ ഫ്രണ്ടിൽ നമ്മളിതുപോലെ ഒരു 1/4 ഇഞ്ചും കൂടെ എക്സ്ട്രാ പുറത്തേക്കാക്കിയിട്ടൊന്ന് കുഴിച്ച് വെട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ടിലുള്ള ആ ചുളിവൊക്കെ കുറയാനായിട്ട്, ചുളിവ് കുറയും. അതാണിങ്ങനെ നമ്മൾ കുഴിച്ച് കൊടുക്കണതിൻ്റെ ഒരു ഇവിടുത്തെ ആ ഒരു ഷേപ്പ്, ഫ്രണ്ടിൽ വരുന്നൊരു ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുഴിച്ച് വെട്ടുന്നത്. അപ്പോൾ അതും കൂടെ ഞാൻ ഒരു 1/4 ഇഞ്ച് പുറത്തേക്കാക്കിയിട്ട് 1/2 ഇഞ്ച് കൈക്കുഴിയുടെ അവിടെ ഒരു 1/2 ഇഞ്ച് കുഴിച്ചിട്ട് സൈഡിൽ നിന്ന് ഒരു 1/4 ഇഞ്ചും കൂടെ ആക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കട്ടിങ് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു മെഷർമെൻറ്റ്സ് വെച്ചിട്ടാണ് നമ്മളെല്ലാം കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഇനിയും കാണിക്കുന്നതായിരിക്കും. അപ്പോൾ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ പാറ്റേൺ. ഇങ്ങനെയാണ് അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് ഇനി സ്ലീവ് കട്ട് ചെയ്യണമെന്ന് നോക്കാം. അപ്പം ഇതുപോലെ തന്നെ ഒരു പാറ്റേൺ പേപ്പർ എടുത്തിട്ടുണ്ട്. ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ നമ്മളുടെ ലെങ്ത് എത്രയാണ്, ഇപ്പോൾ എൽബോ സ്ലീവ് ആണെങ്കിൽ ഒരു 10-11 വരെയൊക്കെ നമുക്ക് കൊടുക്കാം. എത്രയാണോ നിങ്ങളുടെ ലെങ്ത്ത് അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ ആഡ് ചെയ്തിട്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ എൽബോ സ്ലീവ് ആണെങ്കിൽ 11, ചെറിയ സ്ലീവ് ആണെങ്കിൽ അങ്ങനെ നിങ്ങളുടെ എത്രയാണോ സ്ലീവ് അതിനനുസരിച്ച് കേട്ടോ. പ്ലസ് 1 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നോക്കേണ്ടത് നിങ്ങളുടെ ആം റൗണ്ട് ആണ്. എത്രയാണോ നമ്മളുടെ ആം റൗണ്ട് അതിനോട് കൂടെ ഒരു 1/2 ഇഞ്ച് കൂട്ടുക. പിന്നെ നമ്മൾ എത്രയാണോ നമ്മൾ സീമിന് കൊടുത്തത്, നമ്മൾ അവിടെ എത്രയാണോ സീമിന് കൊടുത്തത്, ഇപ്പോൾ 2 ഇഞ്ചായിരുന്നു കൊടുത്തത്, ഇപ്പോൾ 2 ഇഞ്ച് എടുത്തില്ലെങ്കിലും 1 ഇഞ്ചെങ്കിലും നിങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുക. അവിടെ നിന്ന് താഴേക്ക് ഒരു 3.5 ഇഞ്ച്, ഇത് ഫിക്സ്ഡ് ആണ്, ഇത് എല്ലാവർക്കും ഒരു 3.5 ഇഞ്ച് നമ്മൾ എന്താണെങ്കിലും കൊടുക്കുക, താഴേക്ക് വരയ്ക്കുക. എന്നിട്ട് ആദ്യം നമ്മളുടെ ആ ഒരു ജോയിൻ ചെയ്ത ഫസ്റ്റത്തെ പാർട്ടിന് ഈ ഒരു സൈഡിലേക്ക് ഒന്ന് ചരിച്ച് നമുക്ക് വരച്ചു കൊടുക്കാം. ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ആ 3.5ലേക്ക് വരച്ച ആ ഒരു പോയിന്റിലേക്ക് താഴേക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു സ്ലോപ്പ് രീതിയിൽ നമുക്കിത് വരച്ച് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിന് നമുക്കതിങ്ങനെ വരച്ച് കൊടുക്കാവേ. നിങ്ങൾക്ക് വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ മനസ്സിലായെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഇനി നമ്മളുടെ സ്ലീവ് റൗണ്ട് നമ്മളുടെ കൈയുടെ അവിടുത്തെ വണ്ണം, താഴത്തെ എൽബോ സ്ലീവ് എവിടെയാണോ നിങ്ങളുടെ ലെങ്ത്ത് വരുന്നത് അവിടുത്തെ റൗണ്ട്, ആ വശത്തുള്ള വണ്ണത്തിനോട് കൂടെ 1 ഇഞ്ച് കൂട്ടാം. നമുക്ക് 1 ഇഞ്ച്
1.5 ഇഞ്ച് വരെയൊക്കെ നമുക്ക് സീം കൊടുത്താൽ മതിയാവും. കറക്റ്റായിട്ട് ഒപ്പം നിൽക്കണമെങ്കിൽ നിങ്ങൾ കറക്റ്റ് നമ്മൾ 2 ഇഞ്ചല്ലേ സീം കൊടുത്തിട്ടുണ്ടായിരുന്നേ, അതനുസരിച്ച് ചെയ്യാം. ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് കറക്റ്റ് മെഷർമെൻറ്റ്സിൽ വരും കേട്ടോ. നമ്മൾ കൈക്കുഴി കുഴിച്ച് വെട്ടുമ്പോഴേക്കും അവിടുത്തെ ആം റൗണ്ട് എല്ലാം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുവേ. ആ ഒരു പോയിന്റിൽ നിന്ന് വണ്ണത്തിലേക്ക് നമ്മൾ ജോയിൻ ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പാതി, അതായത് ആ ചരിഞ്ഞ ഒരു നമ്മൾ സ്ലോപ്പ് ചെയ്ത് വരച്ച ആ ഒരു ഭാഗത്തിൻ്റെ പാതിയിൽ നിന്ന് താഴേക്ക് ഒന്ന് കുഴിച്ച് വരയ്ക്കുക. 1/2 ഇഞ്ച് കുഴിച്ച്, ഒരു 1/2 ഇഞ്ച് താഴെ മാർക്ക് ചെയ്തിട്ട്, 1/2 ഇഞ്ച് ഞാൻ ഇവിടെ താഴെ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ടൊന്ന് കുഴിച്ചിട്ട്, അപ്പം നമ്മൾക്ക് ഫ്രണ്ടിൽ ചുളിവുകളൊന്നും ഇല്ലാണ്ട് നമ്മുടെ കൈക്കുഴി നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ നമുക്കിത് കിട്ടും. എന്നിട്ട് ആ മേളിൽ നിന്ന് തന്നെ സ്ലോപ്പ് ചെയ്ത് നമുക്കിത് വരച്ചെടുക്കാം. ആദ്യം ചിലപ്പോൾ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും, അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് രണ്ടാമത് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ആദ്യം പാറ്റേൺ വരച്ചിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും നമ്മൾക്കറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഫുള്ള് 2 വശവും നമ്മൾ ആ കൈക്കുഴിയുടെ അവിടെ കട്ട് ചെയ്യാൻ പാടില്ല. ഇത് നിവർത്തിയിട്ടിട്ട് ഒരു സൈഡ് മാത്രം കട്ട് ചെയ്താൽ മതി. നിങ്ങൾ സ്ലീവ് തയ്യാറാക്കുമ്പോൾ ഒരു സ്ലീവ് ചെയ്താൽ മതി, മറുവശത്ത് സ്ലീവ് ചെയ്യാണ്ട് ചരിച്ച് അത് കമഴ്ത്തി വെച്ചിട്ട് നിങ്ങൾ കട്ട് ചെയ്താൽ മതി. അപ്പോൾ നല്ല രീതിയിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈക്കുഴിയുടെ അവിടെ നിവർത്തി വെച്ചിട്ട് കൈക്കുഴി മാത്രം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ സ്ലീവ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ആ ഒരു പാർട്ടിൽ നമുക്കിങ്ങനെ കുഴിച്ച് വെട്ടിയെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ് വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ലൈക്ക് ചെയ്യണം, കമൻറ്റ് കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് എല്ലാവരും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുകയും കൂടെ ചെയ്യണേ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രോപ്പ് ടോപ്പാണ് കേട്ടോ. നിങ്ങൾക്ക് സ്കേർട്ടിനും ടോപ്പിനൊക്കെ ഈറ്റാക്കിയത് യൂസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു.